മമ്മൂട്ടിയെയും അതിലേക്ക് വലിച്ചിഴക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബോട്ടോക്സ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതുകൊണ്ടോ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ചെയ്യുന്നുണ്ടാവാം. എന്നാൽ അദ്ദേഹം അഭിനയം എന്ന് പറയുന്നൊരു കാര്യത്തിനോട് ഒരിക്കലും ഒടുങ്ങാത്ത, ഒരിക്കലും തീരാത്ത അഭിനിവേശമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തൻ്റെ കലാജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കളയാൻ വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കുന്നതല്ല, അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു ഈ പറയുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മമ്മൂക്ക ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെയാണ് നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള, കാതൽ ദി കോർ, പിന്നെ അതേപോലെ തന്നെ കളങ്കാവൽ, ഇപ്പോൾ എത്തി നിൽക്കുന്ന കളങ്കാവൽ, അതിന് മുൻപ് ഭ്രമയുഗം, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്തത് ഇതിന് ശേഷമാണെന്നാണ് ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അതിന് ശേഷം ചെയ്ത സിനിമകളാണ് ഇതൊക്കെ. ആ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരേ ഒരു ലുക്ക് തന്നെയാണോ? ഒരു അഭിനയം മുഖത്ത് വരാത്ത, ഒരു എക്സ്പ്രഷൻസ് മുഖത്ത് വരാത്തൊരു മമ്മൂട്ടിയാണ് കണ്ടിട്ടുള്ളത്? ഒരിക്കലും അല്ല. മമ്മൂട്ടി നല്ല കിടിലമായിട്ട് തകർത്ത് തിമിർത്ത് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിരിക്കുന്ന സിനിമകളാണ് ഇതെല്ലാം.